ടു എജുപോഡ്. അപ്പൊ നമ്മൾ ക്ലാസ് 6 അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ നന്ന ഉല്ലു എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ഡയറി എഴുതുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഡയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പൊ നോക്കാം. നന്ന ഉല്ലു കഹാനി കാ യ അംശ് പഠി और प्रश्नों के उत्तर लिखे. നന്ന ഉല്ലു എന്ന് പറയുന്ന ആ ഒരു കഹാനിയുടെ ഈ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നന്ന ഉല്ലു ആസ്മാൻ കെ സിതാരോं को ढूंढते ढूंढते दूर चला गया. നന്ന ഉല്ലു നമ്മുടെ കുഞ്ഞു മൂങ്ങ ആസ്മാൻ കെ സിതാരോं को ആകാശത്തിലെ നക്ഷത്രങ്ങളെ ढूंढते ढूंढते തിരഞ്ഞു തിരഞ്ഞ് बहुत दूर चला गया ഒരുപാട് ദൂരത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞു. അമ്മ ഉല്ലു കാ മൻ തടപ്നെ ലഗ. അമ്മയുടെ മനസ്സ് ഇങ്ങനെയാണ്, ആ അമ്മ മൂങ്ങയുടെ മനസ്സിങ്ങനെ വിറയ്ക്കാനല്ലേ, പടപടപടാന്ന് ഇടിക്കാനായിട്ട് തുടങ്ങി. ഉസ്നെ സോച്ചാ വ ബഹുത് ചോട്ടാ ഹെ. അമ്മ ചിന്തിക്കുകയാണല്ലേ, അമ്മമാരെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, എത്ര വലുതായി കഴിഞ്ഞാലും കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാലും അമ്മമാരെയൊക്കെ മനസ്സിൽ നമ്മൾ എപ്പോഴും കുഞ്ഞു മക്കൾ തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊന്നും അറിയാത്ത, ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ പറയാ, അവരുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും കുഞ്ഞുതാ. അപ്പൊ ഈ അമ്മ എന്ത് പറയാണ്, അമ്മ ഭയങ്കര വിഷമത്തോട് പറയാണ്, വോ ബഹുത് ചോട്ടാ ഹെ. അവൻ ഒരുപാട് ചെറുതാണ്. ആജ് പെഹ്ലി ബാർ അക്കേലെ ഇത്നാ ദൂർ ഗയാ ഹെ. ഇന്ന് ആദ്യമായിട്ടാണ് അവൻ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോയിട്ടുള്ളത്. സോച്ച്തേ അമ്മ ഉല്ലു ഡർ ബഡ്നെ ലഗ. അങ്ങനെ ചിന്തിച്ചില്ല, ഓവർ തിങ്ക് ചെയ്ത് അമ്മയുടെ മനസ്സ്, അമ്മ മൂങ്ങയുടെ മനസ്സ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഡർ ബഡ്നെ ലഗ, പേടി ഇങ്ങനെ കൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നന്ന ഉല്ലു ക്യൂ ആസ്മാൻ കി ഓർ ചലാ ഗയ. നന്ന ഉല്ലു എന്തിനാണ് ആകാശത്തിലേക്ക് പോയത്? അപ്പൊ ദാ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാ ഇവിടെ തന്നെയുണ്ട്. നന്ന ഉല്ലു ആസ്മാൻ കെ സിതാരോं को ढूंढते ढूंढते दूर चला गया. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇസ് പ്രസംഗ് പർ അമ്മ ഉല്ലു की ഡയറി ലിഖെ. ഈ ഒരു സാഹചര്യത്തിൽ അമ്മ മൂങ്ങയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാ അവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? യെസ്, ഒരു ബോക്സ് വരയ്ക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ബോർഡർ വരച്ചിട്ട് വേണം നമ്മൾ ഡയറി എഴുതാനായിട്ട്. അതുപോലെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനത്തെ 3-4 ലൈനിൽ ഒന്ന് പോയി ഡയറി, പോസ്റ്റർ പോലെയുള്ള ഒന്നും എഴുതാൻ പാടില്ല. നിങ്ങൾ ഒരു ഫ്രഷ് പേപ്പർ ഒക്കെ എടുത്ത് നല്ല ഭംഗിയായ ഒരു ബോർഡർ ഒക്കെ വരച്ച് നല്ല വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഡയറി, പോസ്റ്റർ, അങ്ങനെയുള്ള ലെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. അങ്ങനെ ഈസി ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നല്ല ഭംഗിയിൽ വൃത്തിയിൽ എഴുതാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡേറ്റ് ആൻഡ് ഡേ മസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം. അത് ലെഫ്റ്റ് ടു റൈറ്റ് ഏത് സൈഡിൽ എഴുതിയാലും കറക്റ്റ് ആണ്. അപ്പൊ ഡേറ്റും ഡേയും ഇമ്പോർട്ടന്റ് ആണ്. ഡയറി എഴുതുന്ന സമയത്ത് ബോക്സ് വരയ്ക്കുന്നു, ഡേറ്റ് എഴുതുന്നു ആൻഡ് ഡേ എഴുതുന്നു. ഓക്കെ, ഡേറ്റ് ആൻഡ് ഡേ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം അന്നത്തെ ദിവസം സന്തോഷമായിരുന്നു, സങ്കടമായിരുന്നോ എന്നുള്ള ഒരു ഓവറോൾ ഒരു നിഗമനം നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ കൊടുക്കണം. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സങ്കടം നിറഞ്ഞതായിരുന്നു, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ അവിടെ മിസ് കൊടുത്തിട്ടുള്ളത് ഒരു ഖുഷി, ഒരു സന്തോഷം നിറയുന്ന ദിവസത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നോക്കാം. ആജ് കാ ദിൻ മുझे കഭി ഭൂൽ നഹീ സക്താ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെ നമുക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ സെന്റൻസുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും 1-2 വാക്കുകൾ മാറ്റി കഴിഞ്ഞാൽ സെന്റൻസ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നോക്കൂ, ആജ് കാ ദിൻ മുझे കഭി ഭൂൽ നഹീ സക്താ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. സന്തോഷമാണെങ്കിൽ സങ്കടമാണെങ്കിലും എഴുതാൻ പറ്റും. ഇസ് ദിൻ മേരെ ലിയേ ഏകദം ഖുഷി കാ ദിൻ ഥാ. ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും ഖുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹാപ്പി ഡേ ആണ് എന്ന് കൊടുത്തു അല്ലെ. അവിടെ ഈ ഖുഷി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ദുഃഖം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് സങ്കടം നിറഞ്ഞ ദിവസമായി എന്നായി അല്ലെ. ഇവിടെ നോക്കൂ, ഇസ് ദിൻ മേരെ ലിയേ ഏകദം ഖുഷി കാ ദിൻ ഥാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. അവിടെ ദുഃഖം എന്ന് കൊടുത്തു കഴിഞ്ഞാലോ ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സങ്കടം നിറഞ്ഞ ദിവസമായിരുന്നു. ക്ലിയർ ആണോ? അടുത്ത് നോക്കൂ, ഇതനി ഖുഷിയും മുझे पहले न हुआ था. ഇത്രയും സന്തോഷം എനിക്ക് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെയും ഖുഷിയുടെ സ്ഥാനത്ത് നമ്മൾ ദുഃഖം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും ദുഃഖം എനിക്ക് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല, കറക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സെന്റൻസുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും.
അതിനുശേഷം ഏത് സാഹചര്യത്തിലെ ആരുടെ ഡയറിയാണോ നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരു 3-4 സെന്റൻസ് എഴുതുന്നു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് കൊടുക്കുന്നു യഹ് സോച്ച്കർ മുझे नींद भी नहीं आता. ഇത് ചിന്തിച്ചിട്ട് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, സിമ്പിൾ ആൻഡ് ഹംപിൾ ആയിട്ടുള്ള ഡയറി റെഡി ആണോ? അപ്പൊ നമുക്ക് നോക്കാം അമ്മ ഒല്ലുവിന്റെ ഡയറി എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത് നമ്മൾ ഇതാ മോശമായിട്ടുള്ള ദിവസത്തിന്റെ ഡയറിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പത്തിന് പഠിക്കാൻ പറ്റുന്നത് നോക്കി പഠിച്ചു വെക്കുക. അടുത്ത നോക്കൂ, ആജ് കാ ദിൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡേ കൊടുത്തിട്ടുണ്ട്, ബോർഡർ വായിച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ആണ്. ബാക്കി നോക്കൂ, ആജ് കാ ദിൻ മേരെ ലിയേ ഏക്ദം ബുരാ ദിൻ താ. അമ്മ പറയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് മോശം നിറഞ്ഞ ദിവസമായിരുന്നു. ഇത്നാ ദുഃഖ് മുझे पहले न हुआ था. ഇത്രയും സങ്കടം എനിക്ക് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല. മേരാ ബച്ച ബഹുത് ഛോട്ടാ ഹെ. എന്റെ കുഞ്ഞു വളരെ ചെറുതാണ്. വ ആസ്മാൻ മേ അക്കേലെ ക്യൂ ഗയാ. അവൻ എന്തിനാണ് ആകാശത്തേക്ക് വെറുതെ പോയത്? മുझे तो बहुत डर लगी है. എനിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ട്. വ അഭി ഭി ലौट नहीं आई. അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഈശ്വർ കൃപയാ ഉസേ ബച്ചാവോ. ദൈവമേ അവനെ ഒന്ന് രക്ഷിക്കൂ. ഉസേ സിതാരെ ബഹുത് പസന്ദ് ഹെ. അവന് ആ നക്ഷത്രങ്ങളെ വളരെ ഇഷ്ടമാണ്. ഇസിലിയേ വ ആസ്മാൻ ഗയാ ഹെ. അവൻ അതുകൊണ്ടാണ് ആകാശത്തേക്ക് പോയത്. വ ജറൂർ ലौट आएगा. അവൻ എന്തായാലും തിരിച്ചു വരും. യഹ് സോച്ച്കർ മുझे नींद भी नहीं आता. ഇത് ചിന്തിച്ചിട്ട് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. ആജ് കാ ദിൻ മുझे कभी भूल नहीं सकता. ഇന്നത്തെ ദിവസം मैं कभी नहीं भूल सकता. ഒരിക്കലും ഞാൻ മറക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആൻഡ് ഹംപിൾ ആയിട്ടുള്ള ഒരു ഡയറി നമ്മൾ എഴുതിയിട്ടില്ലേ? നോക്കുമ്പോൾ നമ്മൾ മിസ് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 2-3 സെന്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും ചെറുതായിട്ട് ചെറിയ ഡയറി എഴുതിയാലും ഫോർമാറ്റും ബോർഡറും വൃത്തിയിൽ ഭംഗിയിൽ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും ക്ലാസ് 6 മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഡയറി നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഡയറി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാ വർഷവും നന്നാ ഉല്ലുവും അമ്മ മൂങ്ങിയും ഒക്കെ തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അമ്മ മൂങ്ങയുടെ ഡയറി അല്ലെങ്കിൽ കുഞ്ഞു മൂങ്ങയുടെ ഡയറി എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദോ ഭായി എന്ന് പറയുന്ന നമ്മുടെ ഭായിയുടെ ഡയറിയും ചോദിക്കാറുണ്ട്. അപ്പൊ ഡയറി എന്ന് പറയുന്ന ചോദ്യം എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും ഫോർമാറ്റ് പഠിച്ചു വെച്ചിട്ട് സാഹചര്യത്തിനനുസരിച്ച് മാറ്റി സെന്റൻസുകളൊക്കെ ഫോം ചെയ്തിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഡയറി എന്ന് പറയുന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈസി ആയി, അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയി എന്നും മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.